ജ്യൂസ് വേണ്ട. നീനു നീനു കണ്ടുകൊണ്ട് നികേഷവാ ഒരു മിനിറ്റ്. ഒരു കാര്യം പറയാനാ. നമുക്ക് അങ്ങോട്ടൊന്ന് നിക്കാമോ? അവിടെ വാ. വാ ഇങ്ങോട്ടെ. ആരാ? മനസ്സിലായില്ല. സന്ദീപിന്റെ ടീച്ചറാ. എവിടുത്തെ ടീച്ചർ? ചവറ. ചവറയോ? ചീനങ്കാവ് സ്കൂളിൽ പഠിക്കുന്ന അവനവിടാടി ചവറ ടീച്ചർ ഇരിക്കുന്നേ. അല്ല സന്ദീപിന്റെ. അല്ല സന്ദീപിന്റെ. നിന്റെ ബാങ്കോട്ട് നോക്കണം അതിനകത്ത് എന്തുകൊണ്ടേ നോക്ക്. എടി നീ രേണു പറഞ്ഞു വിട്ടിട്ട് വന്നോളല്ലോടി. രേണുവോ? എടാ രേണു പറഞ്ഞു വിട്ടിട്ട് വന്നവനാണ് അവള്. ചേച്ചി ചവറയിലെ സെന്റ് ജൂഡ്സിലെ എനിക്ക് അറിയാവുന്ന ടീച്ചറാ. ചവറാന്നാ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത്. ഓ നാട്ടിൽ എടി ഞാനിപ്പോ എത്തും. ഇറങ്ങാൻ പോവാ. ചേച്ചി ഇത് എവിടെയാ? ഞാൻ എത്ര വട്ടം വിളിച്ചു. ചീരങ്കാവ്. ചീരങ്കാവിലോ? അവിടെ എന്തോ? ചേച്ചി സമയം ഒന്ന് നോക്കിക്കേ. ലേറ്റ് ആവുമെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഞാൻ വന്നിട്ട് പറയാടി. ഈ ചേച്ചിയുടെ ഒരു കാര്യം, ഇനിയിപ്പോ ബസ് കിട്ടുവോ? ഞാൻ നോക്കിക്കോളാം. നീ ഫോൺ വെക്കേ. സോറി ടീച്ചറെ, ഞാൻ രേണു പറഞ്ഞു വിട്ട ആളാന്നാ വിചാരിച്ചത്. രേണു എന്താ സംഭവം? അതെ ടീച്ചറെ, സന്ദീപിന് അണ്ണനും രേണു ഇഷ്ടത്തിലായിരുന്നു. അവര് കുടുംബക്കാരായിട്ട് പിഴയാ ടീച്ചറെ. താന്ന ജാതിയാ. ഈ ജാതിയാലുള്ളത് തൂത്താ പോകത്തില്ലല്ലോ, അല്ലയോ ടീച്ചറെ? അവനാണെങ്കിൽ നല്ലൊരു ആലോചന വന്നപ്പോ അവനങ്ങ് കൈകൊടുത്തു. അതോടെ രേണു ഔട്ടായി. എന്റെ ടീച്ചറെ, രേണു ആരാ മുതലെന്നറിയാമോ? വെട്ടൊന്നും തുണ്ടൻ രണ്ടെന്നുള്ള സ്വഭാവക്കാരിയാ. അവനും വിട്ടുകൊടുത്തില്ല. ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അറിയാവുന്നവർക്കെല്ലാം അവൻ മെസ്സേജ് അയച്ചു. ഞങ്ങള് കുടുംബക്കാരെ മാത്രമേ വിളിച്ചുള്ളൂ. അപ്പോഴാ ടീച്ചർ വന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ടീച്ചറിനെ അറിയത്തുമില്ലല്ലോ. എന്നാ ആ മണ്ടനാണെങ്കിൽ പറഞ്ഞതുമില്ല. ഈ രേണു പറഞ്ഞു വിട്ട ആളാന്നാ ഞാൻ വിചാരിച്ചു. നമുക്കങ്ങനെ വിചാരിച്ചാല് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ടീച്ചറെ. ടീച്ചർ പോയില്ലായിരുന്നല്ലേ? ഇല്ല. ചേട്ടൻ എങ്ങനെയുണ്ട്? അണ്ണനൊരു കുഴപ്പമില്ല ടീച്ചറെ. ഈ ഇടത് ചെവിടെ പുറകിൽ ഒരു ചെറിയ പൊള്ളലുണ്ട്. ആസിഡാ, ജസ്റ്റ് മിസ്. പിന്നെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവും. അവളെടുത്ത് അകത്തിട്ട്. ഏത് കൂത്തുചിയുടെ മോളാണ് അത് ചെയ്തത്? മറ്റേ രേണുല്ലേ, അവളുടെ കസിനാ. അവക്കേ നല്ല ആണുങ്ങളെ കിട്ടാത്തന്റെ കുത്തിക്കുഴപ്പാ. അയ്യോ ടീച്ചറെ, ഇതൊരുപാട് ലേറ്റ് ആയല്ലോ. ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പാ? ഇല്ല വേണ്ട, ബുദ്ധിമുട്ടാവില്ലേ, ഞാൻ പോയിക്കോളാം. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ മരുന്ന് മേടിക്കാൻ വേണ്ടി എന്തായാലും പുറത്തിറങ്ങുന്നുണ്ട്. ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പാ? ടീച്ചർ നാളെ കല്യാണത്തിന് വരത്തില്ലയോ? അയ്യോ പറ്റുമെന്ന് തോന്നുന്നില്ല. ആണോ? ഒന്നും വിചാരിക്കില്ല മോളെ, എനിക്ക് ആളറിയാതെ പറ്റിപ്പോയതാ. സാരില്ല. കൊണ്ടുവിടണ ടീച്ചറിനെ. ഇപ്പൊ സ്ത്രീകൾ എങ്ങനെ റിവോൾട്ട് ചെയ്യുന്നെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ സന്ദീപ്? ശരിയാ ടീച്ചറെ. ആസിഡ്, പെട്രോൾ ബോംബ്, തോക്ക്, കൊട്ടേഷൻ, റിവെഞ്ച് എടുക്കാൻ എന്തൊക്കെ മെത്തേഡ്സാ ടീച്ചറെ. ടീച്ചറെ ഒരു മിനിറ്റ്. ആണോ? ഓ കാശ് കൊടുക്കാനുണ്ട്. എത്ര എടുക്കണം? ഒരു 10 എടുത്തേര്. ഓ ശരിയാണോ? അന്ന് കുറെ ഫോട്ടോസ് എടുത്തായിരുന്നല്ലേ?
ഇതെല്ലാം സന്ദീപിന്റെ ഫേസ്ബുക്കിൽ നിന്ന് സേവ് ചെയ്തതാ. ആ മെമ്മറബിൾ ഡേയ്സ് അല്ലേ ടീച്ചറെ. ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ മിസ്സാവില്ലേ. എല്ലാവരും നല്ല മൂഡിലായിരുന്നു. എന്തൊരു വൈബായിരുന്നു ടീച്ചറെ. പിന്നെ ടീച്ചറിന് അറിയാലോ, ഇത് 3rd ടൈമാണ് സ്പോർട്സ് മീറ്റിൽ ഞങ്ങളുടെ സ്കൂൾ കപ്പടിക്കുന്നത്. ആ കപ്പ് എങ്ങനെ അടിക്കാതിരിക്കും? നീ അടക്കം മത്സരിച്ച എല്ലാവർക്കും വയസ്സ് 19. അതൊക്കെ മാനേജ്മെന്റിന്റെ ഒരു ട്രിക്കല്ലേ ടീച്ചറെ. ഞങ്ങളെ അവര് ക്ലാസ് റൂമിൽ തോൽപ്പിക്കുന്നു, ഞങ്ങൾ അവരെ ഗ്രൗണ്ടിൽ വിജയിപ്പിക്കുന്നു. ഞങ്ങളും കംഫർട്ട്, അവരും കംഫർട്ട്. എന്റെ സ്കൂളിൽ അതൊന്നും നടക്കില്ല. അതുകൊണ്ടാണല്ലോ തോറ്റത്. എവിടെ നിന്റെ ഫ്രണ്ട്സ്? ഇനിയിപ്പോ എന്തോന്ന് ഫ്രണ്ട്സ്, സ്കൂളൊക്കെ കഴിഞ്ഞില്ലേ. എല്ലാവരും അവരുടെ വഴിക്കായി. എപ്പോഴെങ്കിലും കണ്ടാ കണ്ട്. ആ സുജിത്തെ, ഹലോ, വീട്ടിലെത്തിയോടാ? ഇതാ എത്തുന്നു. അതെന്താ ഇത്ര ലേറ്റ് ആയേ? ആ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഗീതുവിന്, അതാ. എന്തായാലും എത്തിയിട്ട് മെസ്സേജ് അയക്കും. ഞാൻ കിടക്കാൻ പോവാ, നാളെ പോകുന്നുണ്ട്. ശരി, ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. സന്ദീപെ, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ബസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ശരി ടീച്ചറെ. എന്താ വേണ്ടേ? ഒരു ലൈം. സോഡയാണോ വെള്ളമാണോ? വെള്ളം. ടീച്ചറെ ലാസ്റ്റ് ബസ് പോയിട്ടില്ല. ആണോ? ആ. സീറ്റില്ലേ ടീച്ചറെ? ആ സന്ദീപ് എന്നാ പൊയ്ക്കോ. ഉം. അപ്പൊ താങ്ക് യു ടീച്ചറെ ഞാനല്ല താങ്ക്സ് പറയേണ്ടി.